ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കിരൺ ശങ്കർ. ഭഗവാൻ ശ്രീ ബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ന്യൂഡൽഹിയിലെ റായ് പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി നാഷണൽ മ്യൂസിയത്തിന്റെയും കൊൽക്കത്ത ഇന്ത്യൻ മ്യൂസിയത്തിന്റെയും ശേഖരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പിപ്രാഹ്വ ചരിത്ര അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും ഇതാദ്യമായാണ് പ്രദർശിപ്പിക്കുന്നത്. 1898 പിപ്രാഹ്വ തിരുശേഷിപ്പുകൾ കണ്ടെത്തിയത്. സാവിത്രിഭായ് ഫൂലെയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പാതയിൽ സമൂഹത്തെ പരിവർത്തനം ചെയ്യാൻ ജീവിതം സമർപ്പിച്ച അഗ്രഗാമിയായ വനിതയെ രാഷ്ട്രം സ്മരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിജ്ഞാനവും വിദ്യാഭ്യാസവും ആയുധമാക്കി ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനാണ് സാവിത്രിഭായ് ഫൂലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടികയിൽ വ്യാജ പേരുകൾ ചേർത്തതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ അധികാരികൾക്ക് നിർദ്ദേശം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ വ്യാജ പേരുകൾ ചേർത്തതിന് 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ നടപടി കൈക്കൊള്ളുകയായിരുന്നു. രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിർവഹിക്കും. 160 വർഷത്തെ ചരിത്രവും പാരമ്പര്യവുമാണ് രജിസ്ട്രേഷൻ വകുപ്പിനുള്ളത്. 1865 ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാജ്യത്ത് തന്നെ ആദ്യ രജിസ്ട്രേഷൻ സംവിധാനം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ചീന കൊട്ടാരം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സജ്ജമാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചീന കൊട്ടാരം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിക്ക് സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്നും പകരം തൃശൂരിൽ 25 ഏക്കറിലുള്ള മറ്റൊരു പദ്ധതി കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന EVM വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ ആരംഭിച്ചു. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. പരിശോധനയിൽ അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കളക്ടർമാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ഇന്ന് വിധി പറയും. ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയെന്നതാണ് കേസ്. 1990 കേസിനാസ്പദമായ സംഭവം നടന്നത്. മന്ത്രി GR അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോൺ ഇൻ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ നടക്കും. ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി ഉപഭോക്തൃകാര്യ വകുപ്പുകളെ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് മന്ത്രിയെ നേരിട്ട് അറിയിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ BV രാജേഷിന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ, BJP ദേശീയ സമിതി അംഗം C രഘുനാഥ്, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഇന്നുച്ചയ്ക്ക് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ ശ്രീ VV രാജേഷ് പുഷ്പാർച്ചന നടത്തും. മകരവിളക്ക് മഹോത്സവത്തിന് 2 ആഴ്ച ബാക്കി നിൽക്കെ ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ദർശനം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം സന്നിധാനത്ത് നിന്ന് തീർത്ഥാടകർ മടങ്ങണമെന്ന് ദേവസ്വം ബോർഡ് അറിയിപ്പ് നൽകി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30 ശബരിമല നട തുറന്നതിനു ശേഷം ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 2,92,555 അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്തി. അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളൽ ഈ മാസം 11 നടക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യൻ സംഘത്തെ വൈഭവ് സൂര്യവംശിയാണ് നയിക്കുന്നത്. ന്യൂസിലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മുൻ ഇന്ത്യൻ താരം അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ടീമിനെ തീരുമാനിക്കുക. ശുഭ്മാൻ ഗിൽ ആയിരിക്കും ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുക. വരാനിരിക്കുന്ന 2020 ലോകകപ്പും ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയും കണക്കിലെടുത്ത് ജസ്പ്രീത് ബുംറയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും ഏകദിന പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കും. സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ മരുന്നുകൾ കൈവശം കൊണ്ടുപോകുന്നതിനായി ആവശ്യമായ എല്ലാ അനുമതികളും മുൻകൂർ നേടിയിരിക്കണമെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിർദ്ദേശിച്ചു. രാജ്യത്തേക്ക് പ്രവേശിക്കുകയോ രാജ്യത്ത് നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന വ്യക്തികളുടെ വ്യക്തിഗത ഉപയോഗത്തിനായുള്ള മരുന്നുകൾക്ക് അനുമതി നൽകുന്നതിനായി സൗദി അറേബ്യ പുതിയ ഇലക്ട്രോണിക് സേവന പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്ന സംഭവത്തിൽ സ്വീകരിച്ച തുടർ നടപടികൾ മുഖ്യമന്ത്രി മോഹൻ യാദവ് അവലോകനം ചെയ്തു. ഇൻഡോർ മുനിസിപ്പൽ കമ്മീഷണർക്കും അഡീഷണൽ കമ്മീഷണർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ശ്രീ മോഹൻ യാദവ് നിർദ്ദേശം നൽകി. അഡീഷണൽ കമ്മീഷണറെ ഉടനടി സ്ഥലം മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡാറ്റാ സെന്ററുകളുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ചെറുകിട മോഡുലാർ ആണവ റിയാക്ടറുകൾ ഫലപ്രദവും പ്രായോഗികവുമായ പരിഹാരമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.